നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലും ഒന്ന് താഴെ കമൻ്റ് ഇടുക. നിങ്ങൾ കേട്ടാലും ഇല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. ഇവിടെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെയുള്ള റീഡിംഗ് ആണ് ഇന്നും തരുന്നത്. മന്ത്രങ്ങൾ നിങ്ങൾ കേൾക്കാൻ ചൊല്ലണമെങ്കിൽ താഴെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടാൽ ഞാനത് വീണ്ടും തുടങ്ങുന്നതാണ്. എന്നാലും എൻ്റെ പൂജകളിലും എൻ്റെ പ്രാർത്ഥനകളിലും ഞാനിവിടെ തുടങ്ങുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടാൻ വേണ്ടിയാണ് പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലും കമൻ്റ് ഇടാൻ പറയുന്നത്. കുടുംബത്തിലെ അംഗങ്ങളാവാൻ ശ്രമിക്കുക. സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുത്തെ പോസിറ്റീവ് എനർജി കിട്ടും. ഇനി മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പല വെബ് പേജുകളിൽ, ഗ്രൂപ്പുകളിൽ, സോഷ്യൽ മീഡിയ വഴി എൻ്റെ കഥകളും നോവലുകളും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാർക്കും അറിയില്ല. എന്നാൽ ഈ മാസം മനോരമ പബ്ലിഷ് ചെയ്ത ഒരു കഥയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിലൂടെ എന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. പക്ഷേ ഫോട്ടോ ഇല്ല, അതിൽ കൊടുത്തിട്ടില്ല ഞാൻ. എങ്കിലും എൻ്റെ എഴുത്ത് എങ്ങനെയുണ്ടെന്ന് താല്പര്യമുള്ളവർക്ക് പോയി നോക്കാം. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇനി സാധാരണ പറയുന്നത് പോലെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പൂജകളും നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. ഇനി നിങ്ങളുടെ മാത്രം കാര്യമായിരിക്കില്ല ഇവിടെ വരുന്നുണ്ടാവുക. ഇവിടെ കിട്ടുന്ന എനർജിയാണ് പറയുന്നത്. നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ വരുമ്പോൾ പേയ്മെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ കാർഡുകൾ എന്തൊക്കെയാണ്, മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വന്നിരിക്കുന്നു ഹെരഫൻ്റ്. ഇത് ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് ഹൈഡ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഓപ്പണായിട്ട് നിങ്ങളോട് അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്ന ആളല്ല. പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്കിടയിൽ ചെറിയ തർക്കങ്ങൾക്കൊക്കെ കാരണമാവുന്നുണ്ട്. എന്നാൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല പറയുന്നത്. അവരുടേതായ കാര്യങ്ങൾ, നിങ്ങളെ അറിയിക്കേണ്ടാത്ത കാര്യങ്ങൾ ഓപ്പണായി പറയുന്ന സ്വഭാവമില്ല. ഇനി അടുത്ത കാർഡ് നോക്കാം. 7 വാണ്ടാണ്. ഇത് പറയുന്നത് അവരെല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കൊരു വെല്ലുവിളിയായി മാറുമോ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവർക്ക് നിങ്ങളോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് മറ്റൊരാൾ പങ്കാളിയായി ഉണ്ട് എന്നുള്ളതല്ല. അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരു മനുഷ്യന് പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ട്രോമയുണ്ടാവും, സാമ്പത്തിക വിഷമങ്ങളുണ്ടാവും, കുടുംബത്തെ പ്രശ്നങ്ങളുണ്ടാവും, ജോലിയിലും പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ നിങ്ങളെ അറിയിച്ച് നിങ്ങളെ കൂടി നെഗറ്റീവ് അടുപ്പിക്കേണ്ട എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് നിങ്ങളോട് ആ കാര്യങ്ങൾ പറയാത്തത്. എന്നാൽ ചില കാര്യങ്ങളിൽ കള്ളത്തരം കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളിൽ കള്ളത്തരമുള്ള വ്യക്തിയാണ്. ഹൈഡ് ചെയ്യുന്നതിൽ നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു തരം സ്വഭാവം കൂടിയുണ്ട്. അത് ഇന്നടത്തേക്ക് ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും അവർ ഇന്ന സ്ഥലത്താണെന്ന്. പക്ഷേ അവർ ചെയ്യുന്നത് മറ്റൊരിടത്തേക്ക് പോകുന്നതായിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയുടെ അടുത്തേക്കോ കുടുംബത്തിലേക്കോ നിങ്ങൾ പറയണം അവരുമായിട്ട് അധികം കമ്പനി കൂടണ്ട എന്ന് പറയുകയാണെങ്കിൽ ഇവരെ നിങ്ങളറിയാതെ അവരുമായിട്ട് കമ്പനി കൂടുക, അവരുമായി പുറത്തു പോവുക. സുഹൃത്തുക്കളിൽ തന്നെ കുറച്ച് നെഗറ്റീവായ ക്യാരക്ടർ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ്, ഇവരെ കൂടി വഴിതെറ്റിക്കുന്ന തരം സ്വഭാവമാണെന്ന് തോന്നുകയാണെങ്കിൽ അത്തരം ആളുകളുടെ കൂടെയൊക്കെ പുറത്തു പോവുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. 7 വാണ്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇത് ആ വ്യക്തിയുടെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയെ കൂടി കാണിക്കുന്നതാണ്. നമ്മൾ പോസിറ്റീവ് മെസ്സേജാണ് പറയുന്നത്. 7 വാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ വേണമെങ്കിലും നേരിടാം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. ഈ പ്രശ്നങ്ങൾ കണ്ട് ഒളിച്ചോടുന്ന ആളല്ല. അതിനെ ഞാൻ നേരിടും, എന്നിട്ട് നമുക്ക് ഇതിലൂടെ മുന്നോട്ട് പോവാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി 6 കപ്പാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളുണ്ട്. ഒന്ന് അകന്ന് നിൽക്കുകയാണെങ്കിലും സംസാരിക്കാത്ത ദിവസങ്ങളാണെങ്കിലും എല്ലാ ദിവസവും സംസാരിക്കാൻ കഴിയില്ല. ചില സമയത്ത് അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളുടെ ഓർമ്മകളാണ്. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. എന്നാൽ വെല്ലുവിളികൾ ധാരാളമുണ്ട്. അവർ ഒറ്റയ്ക്ക് നേരിടേണ്ട പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ തമ്മിൽ പല അന്തരങ്ങളും ഇവിടെ കാണുന്നുണ്ട്. മതം വേറെയാണ്, സാമ്പത്തികം വ്യത്യാസമുണ്ട്, ജോലി മാറ്റമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്നാണ് 7 വാണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, അതോ സ്റ്റക്കായി നിൽക്കേണ്ടി വരുമോ, ഇതൊരു ട്രോമയായി മാറുമോ എന്നൊക്കെ പേടിക്കുന്നുണ്ടെങ്കിലും നല്ല ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ടവറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഒന്ന് എൻഡായ പോലെ കാണുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നില്ല. അടിത്തറ ഇളകി എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രണയത്തിൽ അടിത്തറ ഇളകാൻ ചെറിയൊരു കാര്യം മതി.
നിങ്ങൾ അവരുടെ ഫോൺ നോക്കുകയാണ്. ഫോൺ നോക്കുമ്പോൾ അതിൽ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ മെസ്സേജ് കിടക്കുന്നുണ്ട്. അതൊരു സുഹൃത്തായിരിക്കാം. ആ മെസ്സേജ് മതി നിങ്ങളുടെ പ്രണയത്തിൻ്റെ അടിത്തറ ഇളകാൻ. അത്രയും നിസ്സാര കാര്യം മതി. ഇനി ലവ് കാർഡാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ സോൾ കണക്ഷനാണ് ലവ് കാർഡ് പറയുന്നത്. അപ്പം നിസ്സാരമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. വെല്ലുവിളികൾ അവരൊരുപാട് നേരിടുന്നുണ്ട്. ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ അടിത്തറ ഇളകിയിട്ടുണ്ട്. പക്ഷേ ലവ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാറോട് ചേർന്ന് നിൽക്കുന്ന പ്രണയമാണ്. നിങ്ങൾ എങ്ങനെ അവരെ സ്നേഹിക്കുന്നോ, എത്രത്തോളം അവരെ ആശ്രയിക്കുന്നോ, എത്രത്തോളം പ്രാണനായി കരുതുന്നോ, അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് ലവ് കാർഡ് പറയുന്നത്. ഇവിടെ സോളുകളുടെ എനർജികളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജിയും അവരുടെ എനർജിയും കണക്റ്റ് ആയതാണ് കാണുന്നത്. നിങ്ങൾ വാക്കുകൾ കൊണ്ട് തർക്കമുണ്ടാവും, പക്ഷെ മനസ്സുകളുടെ അടുപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ആത്മാക്കളുടെ അടുപ്പാണ് കാണിക്കുന്നത്. ഇനി എസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. എംപ്രസ്സാണ്. ഇവിടെ ജെൻഡർ ഏതുമാവാം. നിങ്ങൾ അവരുടെ രാജകുമാരനോ രാജകുമാരിയോ ആണ്. മനസ്സ് മറ്റാർക്കും കൊടുത്തിട്ടില്ല. പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വ്യക്തി ഞങ്ങൾക്ക് ഇടയിലുണ്ടോയെന്ന്. ഒരിക്കലും ഇല്ല. നിങ്ങളെ എപ്പോഴും ഡ്രീം കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീം വളരെ വലുതാണ്. നിങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാഗ്രഹമുണ്ട്. പക്ഷേ ഇത് സ്വപ്നം തന്നെയാണ്. സ്വപ്നത്തിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണുന്നുണ്ട്. യെസ് എന്ന കാർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരും എനർജി കണക്റ്റ് ആയിട്ടുണ്ട്. ഹൈ ആയ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രണയത്തിൽ സംശയമൊന്നും വേണ്ട. മറ്റു കാര്യങ്ങളിലെല്ലാം തർക്കങ്ങളാണ്. അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ട്. മതം വേറെ ആയിരിക്കാം, ജാതി വേറെ ആയിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ എതിർപ്പുണ്ടാവാം. ജാതിയോ മതമോ വേറെ ആയിരിക്കാം. പങ്കാളികൾ ഉണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ട് പെരുമാറുന്നൊരു പങ്കാളി തന്നെയാണ് നിങ്ങൾക്കായാലും അവർക്കായാലും. അത് നിങ്ങൾക്ക് വെല്ലുവിളിയായി മാറുന്നുണ്ട്. പക്ഷേ സദാ നിങ്ങൾ ഒരാളിൽ നിന്ന് ഒരാൾ അകന്നു പോകാൻ കഴിയാത്തവരാണ്, ഒപ്പമുള്ളവരാണ്. ഇവിടെ പേജ് ഓഫ് കപ്പാണ്. സെൻസിറ്റീവാണ് എന്നാണ് പറയുന്നത് വളരെ. എന്നാൽ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. സ്റ്റക്കായി നിൽക്കുക, ഇടയ്ക്കൊന്ന് ബ്രേക്കപ്പ് ആവുക, ഇടയ്ക്കൊന്ന് ബ്ലോക്ക് ചെയ്ത് പോവുക. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ബന്ധമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ സ്നേഹം കിട്ടുന്നൊന്നുമില്ല. എന്നാൽ ഇനി വരില്ല എന്ന് പറഞ്ഞു പോയവർ പോലും വീണ്ടും വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ഇനി വരില്ല, ഞാൻ ഇത് നിർത്തിപ്പോവുകയാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഹെരഫൻ്റാണല്ലോ ആദ്യം വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും തരികട കാണിക്കുന്ന ആളാണ്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തനിയെ ഇങ്ങോട്ട് വരും, നിങ്ങളോട് സംസാരിക്കും. അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല കള്ളത്തരങ്ങൾ പറഞ്ഞാലും പല കള്ളത്തരങ്ങൾ ചെയ്താലും നിങ്ങളെ ആശ്രയിക്കുന്ന തരം സ്വഭാവം അവർക്കുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള കാർഡുകൾ. എന്നിങ്ങനെ എടുത്തത് ഒന്നിച്ച് വെക്കുമ്പോൾ നിങ്ങൾക്കത് വേറെ വേറെ മനസ്സിലാവില്ല. അതിനുവേണ്ടിയാണ് വേറെ വേറെ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ഹെരഫൻ്റാണ്. അതിൻ്റെ താഴെ 7 വാണ്ട് 2 കാർഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവരൊരുപാട് വെല്ലുവിളികളെ നേരിടുന്ന വ്യക്തിയാണ്. സമാധാനം ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് 7 വാണ്ട് വരുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവരെല്ലാം ഓക്കെ ആക്കാൻ തയ്യാറുള്ള വ്യക്തിയാണ്. എല്ലാം തൻ്റെ ഇടത്തോടുകൂടി നേരിടാൻ തയ്യാറുള്ള ആളാണ്. ഇവിടെ ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജികളും കണക്റ്റ് ആവുന്നുണ്ട്. രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ്. ഇനി നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്ന ഒരു സംശയമാണ്, എന്നെ സ്നേഹിക്കുന്നുണ്ടാവോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംശയിക്കേണ്ടെന്നാണ് ലവ് കാർഡ് പറയുന്നത്. ദാമ്പത്യത്തിൻ്റെ പ്രണയത്തിൻ്റെ നമ്പറായ 7 രണ്ടുപേർക്കും പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. രണ്ടുപേർക്കും സങ്കടകരമായ അവസ്ഥയാണ്, വെല്ലുവിളികളാണ്. രണ്ടുപേരും അതിനെ നേരിടാനും ഈ പ്രണയത്തിന് വേണ്ടി എന്തും സഹിക്കാനും തയ്യാറായവരാണ്. അതാണ് 7 വാണ്ട് 2 വന്നിരിക്കുന്നത്. നിങ്ങൾക്കുണ്ട് വെല്ലുവിളി, അവർക്കുണ്ട് വെല്ലുവിളി. നിങ്ങൾക്ക് പങ്കാളി ഉണ്ടാവാം, അവർക്ക് പങ്കാളി ഉണ്ടാവാം. ഈ പങ്കാളികൾ കുറച്ച് നെഗറ്റീവ് ക്യാരക്ടർ ആവാം. ചിലപ്പോൾ നിങ്ങളുടെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ പങ്കാളികളുമായി നിങ്ങൾ വേർപിരിയാൻ നിൽക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലേക്ക് എടുക്കുക. എന്നാൽ ഈ 7 എന്ന നമ്പർ രണ്ടുപേരുടെ ഈ പ്രണയത്തിനെ കാണിക്കുന്നതാണ്. ഈ 7 വാണ്ട് എന്ന കാർഡ് രണ്ടുപേരുടെയും വെല്ലുവിളികളെ കാണിക്കുന്നതാണ്. 7 വാണ്ട് എന്ന വാണ്ട് എനർജി അഗ്നിമൂലകം രണ്ടുപേരുടെയും പോസിറ്റീവ് എനർജിയെ കാണിക്കുന്നതാണ്. ഒടുക്കം നിങ്ങൾ ഒന്നാവും എന്ന് കാണിക്കുന്ന കാർഡാണ് ലവ് കാർഡ്. കുറച്ച് വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പല ഭാഗത്തുനിന്നും. ഓരോന്നായി എടുത്തു പറയാൻ പറ്റില്ല. ഓഫീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. 6 കപ്പ് എന്ന് പറഞ്ഞാൽ ഒപ്പം വർക്ക് ചെയ്യുന്നവർ, ഒപ്പം പഠിക്കുന്നവർ, ചുറ്റിനും കാണുന്നവർ,
ഇവരൊക്കെ വെല്ലുവിളിയായി മാറുന്നുണ്ട് ചില സമയത്ത്. എന്നാൽ ഒപ്പം വർക്ക് ചെയ്യുന്നവർ പ്രണയിക്കുന്നതായിട്ടും ഒപ്പം പഠിക്കുന്നവർ പ്രണയിക്കുന്നതായിട്ടും 6 കപ്പ് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ആണോ നിങ്ങളുടെ പ്രണയം? ഇനി പഴയൊരു പ്രണയം വീണ്ടും വന്നതും ഇവിടെ കാണുന്നുണ്ട്, അതും 6 കപ്പ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അകന്ന് നിന്ന് അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ പ്രണയിച്ച് ഒന്ന് മാറിപ്പോയി വീണ്ടും ഒന്നായവരാണോ എന്നിവിടെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ ലവ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഡീപ്പ് ലവ് ആണ്. ആ വ്യക്തിയാണോ നിങ്ങളാണോ വളരെ സെൻസിറ്റീവാണ് എന്നറിയുന്നത്. ചെറിയൊരു കാര്യം മതി അതിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആളാണ്. സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. സ്വപ്നത്തിൻ്റെ കാർഡ് തന്നെയാണ് പേജ് ഓഫ് കപ്പും. ഇനി എസ് എന്ന കാർഡിൽ വന്നിരിക്കുന്ന സ്വപ്നം, ഒരാൾ ഉറങ്ങുന്നു, അവരുടെ അടുത്തേക്ക് വന്ന പങ്കാളി, അത് സ്ത്രീയാവാം പുരുഷനാവാം, സ്വപ്നത്തിലാവാം അല്ലെങ്കിൽ മനസ്സുകൊണ്ടായിരിക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ അവർ നിങ്ങളുടെ അടുത്ത് വരുന്നത്, നിങ്ങൾ അവരുടെ അടുത്ത് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. സ്വപ്നത്തിലൂടെയാണോ അതോ മനസ്സുകൊണ്ടുള്ള സഞ്ചാരമാണോ? എന്തായാലും ഒരാൾ ഒരാളിൽ നിന്ന് മാറിപ്പോകുന്നില്ല എന്ന് ലവ് കാർഡ് മാറോട് ചേർന്ന പ്രണയം പറയുന്നുണ്ട്. പക്ഷേ മിഥുനം രാശി വന്നതുകൊണ്ട് തന്നെ അത്ര എളുപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വ്യസനങ്ങളുണ്ട്. 7 വാണ്ട് വ്യസനത്തിനെയാണ് കാണിക്കുന്നത്. 7 എന്ന നമ്പർ പ്രണയത്തിനെയാണ് കാണിക്കുന്നത്. അഗ്നി മൂലകം വന്നതുകൊണ്ട് പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. എന്നാൽ വെല്ലുവിളികളും കള്ളത്തരങ്ങളും ഉണ്ടെന്ന് ഹെരഫൻറ്റ് പറയുന്നുണ്ട്. നിങ്ങളോട് എന്തൊക്കെയോ ചില കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയില്ല. ഞാൻ പറയാറില്ലേ, താക്കോല് മറ്റൊരു ഇടത്ത് സൂക്ഷിക്കുന്ന ആൾ ഹൃദയത്തിൻ്റെ താക്കോലാണ്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുപോലെയാണ് അവരുടെ മനസ്സ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരൊരു കള്ളനാണ് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുകയാണ് എന്നുള്ളതല്ല പോസിറ്റീവ് മെസ്സേജിൽ പറയാനുള്ളത്. നെഗറ്റീവിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ പറയും. പോസിറ്റീവിൽ പറയുന്നത് നിങ്ങളെ നോവിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായി പറയാത്തത്. ചിലപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് തന്നെ പിന്മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചില കള്ളത്തരങ്ങൾ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതാണ് നല്ലത് എന്നാണ് ഹെരഫൻറ്റ് പറയുന്നത്. ഇവിടെ 2 ജാതി 2 മതമാണ്. ഇനി ഇരട്ട മുഖം കാണിക്കുന്നുണ്ട്. മുഖം മൂടി വെച്ച് ആരോടോ ഇവർ പെരുമാറുന്നുണ്ട്. അത് അവരുടെ പങ്കാളി തന്നെ ആയിരിക്കാം. അവരത്ര നല്ലതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എംപ്രസ് വന്നതുകൊണ്ടും ലവ് കാർഡ് വന്നതുകൊണ്ടും പ്രണയത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിപരീതമായ അനുഭവങ്ങളാണ്. നിങ്ങൾക്കറിയാലോ, ഒന്ന് സംസാരിക്കാൻ പറ്റില്ല. പങ്കാളി ഉള്ളവരാണെങ്കിൽ നേരെ നോക്കിയിട്ടൊക്കെ വേണം ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ. അല്ല വീട്ടുകാർ തന്നെയാണെങ്കിലും നേരം നോക്കി സമയം നോക്കിയിട്ടൊക്കെ വേണം ഒന്ന് വിളിക്കാൻ. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഇതൊരു ട്രോമയായി മാറുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. അവർക്കും ഇത് തന്നെയാണ് അവസ്ഥ. നിങ്ങളുടെ പ്രണയത്തിൽ നിന്ന് കൂടുതൽ മാനസികമായി അടുപ്പത്തിലേക്ക് വരികയാണ്. അകലണം എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി അടുക്കണം എന്നാണ് മനസ്സാഗ്രഹിക്കുന്നത്. ഇതൊരു തരം മാനസിക സമ്മർദ്ദത്തിനെ തന്നെയാണ് പറയുന്നത്. എങ്കിലും നിങ്ങളതിനെല്ലാം അതിജീവിക്കാനും ഒന്നാവാനും കാത്തിരിക്കുന്നവരാണ്. അത് മാത്രമാണ് സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ ഇന്ന് പ്രണയത്തിൽ പോസിറ്റീവ് എനർജി കണ്ടു. രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ്. ഒരുപോലെ തന്നെ ചില കാര്യങ്ങൾ നേരിടുന്നവരാണ്. പല ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്കിടയിലുണ്ട്. കുടുംബം വില്ലന്മാരായതുണ്ട്, പങ്കാളി വില്ലന്മാരായതുണ്ട്, ഇനി ഒപ്പം വർക്ക് ചെയ്യുന്നവർ വില്ലന്മാരായവരുണ്ട്, ചുറ്റിനും ഉള്ളവർ വില്ലന്മാരായവരുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള 2 പേര് പ്രണയിക്കുകയാണെങ്കിൽ സദാചാര പോലീസുകാരുണ്ടാവും. അവരുടെ കണ്ണ് വെട്ടിച്ച് വേണ്ടി വരും ഒന്ന് കാണാൻ. നിങ്ങളെ നോട്ട് ചെയ്യുന്ന ആരൊക്കെയുണ്ട്, സ്പൈ ചെയ്യുന്ന ആരൊക്കെയുണ്ട്, അതിവിടെ പറയുന്നുണ്ട്. ഹെരഫൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും പറയുന്നതാണ്. നിങ്ങളുടെ പ്രണയത്തിലെ എല്ലാ വെല്ലുവിളികളെയും ഹെരഫൻറ്റ് 7 വാണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞു. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ. ആരാണ് നിങ്ങൾക്കിടയിലെ ശത്രു, ആരാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്, ആരാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ആര് കാരണമാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്തത്, കാണാൻ കഴിയാത്തത്, നിങ്ങളുടെ പ്രണയം പങ്കുവയ്ക്കാൻ കഴിയാത്തത്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നു, അത് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ള മെസ്സേജ്. ഇനി പേജ് ഓഫ് കപ്പ് വന്നതുകൊണ്ട് ഈ ഹാങ്ഡ് മാൻ മാറി നിരപരാധി ക്രൂശിക്കപ്പെടുക അല്ലെങ്കിൽ സ്റ്റക്കായ അവസ്ഥ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുക, ഇതൊക്കെയാണ് ഹാങ്ഡ് മാൻ പറയുന്നത്. അതൊക്കെ മാറിയിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ വരുമെന്നാണ് ലവ് കാർഡ്, പേജ് ഓഫ് കപ്പ്, യെസ് എന്ന 2 കാർഡ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക. നല്ലൊരു പ്രണയമാണെങ്കിൽ അതെന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് പോസിറ്റീവായ മെസ്സേജ്. ഇനി നമുക്ക് നെഗറ്റീവ് പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ ഹെരഫൻറ്റാണ്. നിങ്ങളെ ഇരട്ടമുഖം കാണിച്ചാണ് വഞ്ചിച്ചിരിക്കുന്നത്. അയാൾക്ക് മറ്റൊരു മുഖമുണ്ട്. നല്ല മുഖമാണ് ആദ്യം കാണിച്ചത്. ഇപ്പോൾ അയാളുടെ യഥാർത്ഥ മുഖം നിങ്ങൾ മനസ്സിലാക്കി. ഒന്നിലധികം
ബന്ധങ്ങൾ, അതും ശാരീരിക ബന്ധങ്ങളാണ് പറയുന്നത്. കാരണം എംപ്രസ് വന്നിട്ടുണ്ട്, ഹെരഫൻറ്റ് വന്നിട്ടുണ്ട്, ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, 6 കപ്പ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഫിസിക്കൽ ബന്ധത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടും അവരുടെ പങ്കാളി ഉണ്ടെങ്കിൽ അവരുമായിട്ടും അതല്ലാതെ മറ്റൊരാളുമായിട്ടും ഫിസിക്കൽ ബന്ധമുള്ള ഒരുപാട് കള്ളത്തരങ്ങളുള്ള നിങ്ങളെ പറ്റിച്ച് ഒരാളെയാണ് ഹെരഫൻറ്റ് കാണിക്കുന്നത്. 7 വാണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളൊരു വെല്ലുവിളിയാണ്, ശല്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വഴിയിലൂടെ പോവരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള 7 വാണ്ട് അവരിപ്പോൾ നിങ്ങൾക്കൊരു വെല്ലുവിളിയായി, സങ്കടമായി, നിങ്ങൾക്ക് ട്രോമയിലൂടെ മുന്നോട്ട് പോകേണ്ടി വരികയാണ്. ഇനി ലവ് കാർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനായി, രണ്ടുപേരും ഇരുവഴി പിരിഞ്ഞു. 6 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു പ്രണയം അവരിലേക്ക് വീണ്ടും വന്നു, നിങ്ങൾക്കത് ഓർമ്മകളായി മാറി എന്നാണ്. അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആരെ അവർ പ്രണയിക്കാൻ തുടങ്ങി. ടവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തറ ഇളകി, നിങ്ങളുടെ പ്രണയത്തിൻ്റെ അടിത്തറ ഇളകി എന്നാണ്. ഇനി പേജ് കപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രണയത്തിലേക്ക് അവർ പോയി എന്നാണ്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം 3 പേരോടെങ്കിലും പ്രണയമുള്ള ഫിസിക്കൽ ബന്ധമുള്ള ഒരാൾക്ക് വേണ്ടിയാണ് വരുന്നത്. ആസക്തികൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. വിഷലിപ്തമായ ബന്ധമാണ്, നിങ്ങൾക്ക് പാടില്ലാത്തൊരു ബന്ധത്തിലാണ് നിങ്ങളിപ്പോൾ പോയി പെട്ടിരിക്കുന്നത്, അതിൽ നിന്ന് പുറത്ത് കിടക്കൂ എന്നാണ് ഹാങ്ഡ് മാൻ പറയുന്നത്. ഇനി വന്നിരിക്കുന്ന യെസ് എന്ന കാർഡ്, അവർ മറ്റൊന്നിലേക്ക് പോയി എന്നുള്ളതിനും യെസ് ആണ്, നിങ്ങൾക്കിനി കിട്ടില്ല എന്നുള്ളതിനും യെസ് ആണ്, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നുള്ളതിനും യെസ് ആണ്. അതിനുവേണ്ടി മുന്നോട്ട് പോകൂ, നിങ്ങളുടെ കൂടെ പ്രപഞ്ചമുണ്ട്, ഈശ്വരനുണ്ട് എന്നുള്ള കാര്യത്തിനും യെസ് എന്ന ആൻസറാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ പുറകോട്ട് കളയുക, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ, എന്നിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ മാത്രം തെറ്റുകൊണ്ടല്ലല്ലോ ഇതൊക്കെ സംഭവിച്ച്, മറ്റൊരാൾ നിങ്ങളെ ട്രാപ്പിലാക്കിയതാണല്ലോ, അതെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനൊരു മറുവശം ഉണ്ടാവും, നല്ലൊരു ലൈഫ് ഉണ്ടാവും, അതിനുവേണ്ടി മുന്നോട്ട് പോകൂ എന്നാണ് യെസ് എന്ന 2 കാർഡും പ്രപഞ്ചവും പറയുന്നത്. പ്രപഞ്ചം പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമാവാൻ കിട്ടിയിട്ടുണ്ടാവുക, സങ്കടമാവാം, പക്ഷേ ഇതെല്ലാം തന്നിരിക്കുന്നത് മറ്റൊരാളാണ്, നിങ്ങളുടെ കർമ്മഫലമായിട്ടായിരിക്കാം. ഇതിനൊക്കെ ശാപത്തിന് ശാപമോക്ഷമുണ്ട്, അതുപോലെ തന്നെ സന്തോഷത്തിന് ദുഃഖമുണ്ട്, അത് മനസ്സിലാക്കുക. സന്തോഷം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാതിരിക്കുക, ദുഃഖം വരുമ്പോൾ അമിതമായി സങ്കടപ്പെടാതിരിക്കുക. ഈ 2 മെസ്സേജാണ് ഇന്ന് പ്രപഞ്ചം തന്നിരിക്കുന്നത്. രണ്ടിനെയും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോഴാണ് നമുക്ക് എന്നും ഒരു വഴികാട്ടിയായി പ്രപഞ്ചം ഉണ്ടാവും, അത് മനസ്സിലാക്കുക. അമിതമായി സന്തോഷിക്കും വേണ്ട, അമിതമായി സങ്കടപ്പെടുകയും വേണ്ട. ഇവിടെ പാർവതി പരമേശ്വരന്മാരാണ്, സത്യസന്ധമായ പ്രണയമാണ്, അതുപോലെ ഒരു എനർജിയാണ് ഫയർ എലമെൻറ്റിൽ വന്നിരിക്കുന്നത്. പാർവതി പരമേശ്വരന്മാർ ടിൻ ഫ്ലെയിം, രാധ വന്നു, രാധ ഓർത്തിരിക്കുന്നത് വന്നു, അതിനുശേഷം രാധ മാറോട് ചേർന്നിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്ന ആൾ നിങ്ങളിലേക്ക് വരും എന്നൊരു സൂചന നിമിത്തമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം വിവാഹം നടക്കില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വിവാഹം നടക്കും. പാർവതി പരമേശ്വരന്മാർ വന്നു. ഇനി ഓർമ്മകളിൽ ഇരിക്കുന്ന രാധയാണ് 6 കപ്പിൽ വന്നിരിക്കുന്നത്. ആ ഓർമ്മകൾ മാറി യാഥാർത്ഥ്യമാവാൻ പോകുന്നു. കണ്ണൻ നിങ്ങളെ കാണാൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നു. രാധയ്ക്ക് കണ്ണനെ കിട്ടിയതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കിട്ടുമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി വന്നു. 2 പേരുടെയും സോളുകൾ തമ്മിലുള്ള കണക്ഷൻ അത്രയ്ക്കും ഡീപ്പാണ്, അതുകൊണ്ടാണ് അവർ വരുന്നത്. നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചാൽ അവർ അകന്നു പോകും, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഫർമേഷൻ എന്ന് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ തന്നെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ലവ് സ്പെൽ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു പോയ, മാറിപ്പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അഫർമേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ലവ് സ്പെൽ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമ്മളൊക്കെ മലയാളികളായതുകൊണ്ട് തന്നെ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ പേരും നിങ്ങളുടെ പേരും കൂടി എഴുതി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടി എഴുതുക. അവരെന്നെ കാണാൻ വരണം എന്നാണ് ആഗ്രഹമെങ്കിൽ വന്നു, ഇങ്ങനെ എഴുതാൻ പാടൂ. എനിക്ക് സന്തോഷമായി. ഇനി ദൈവത്തിനൊരു നന്ദി പറയണം, താങ്ക് ഗോഡ് എന്ന് പറയണം. നന്ദി പ്രപഞ്ചമേന്നോ അല്ലെങ്കിൽ നന്ദി ഈശ്വര എന്നോ, ഇങ്ങനെ നിങ്ങളുടെ നന്ദി ഈശ്വരനെ അറിയിക്കണം. അങ്ങനെ 2ാമത്തെ ആഗ്രഹം എഴുതുക. അതിനുശേഷം അത് കിട്ടി എന്നേ എഴുതാൻ പാടൂ. അവരെന്നെ എല്ലാ രീതിയിലും സ്വീകരിച്ചതിന് അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിന്, ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു എന്ന് വിചാരിച്ച് മാത്രം എഴുതുക. എന്നിട്ട് അതിനൊരു നന്ദി പറയുക, പ്രപഞ്ചത്തിനോടോ ഈശ്വരനോടോ. താങ്ക് ഗോഡ് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നന്ദി ഭഗവാനെ എന്ന് എഴുതാം. അപ്പം നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതുപോലെ എഴുതുക. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ എഴുതി
ഭഗവാനുള്ള നന്ദിയും കൂടി എഴുതിയിട്ട് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തലയണ കീഴിൽ വയ്ക്കുക, അല്ലെങ്കിൽ പൂജാമുറിയിലും വയ്ക്കാം. നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കാം, ഭഗവാന്റെ മുമ്പിൽ മടക്കി വയ്ക്കാം. അപ്പോൾ ചില അമ്പലങ്ങളിൽ, നമ്മുടെ കേരളത്തിലല്ല അധികവും അതുള്ളത്, മറ്റ് സംസ്ഥാനങ്ങളിലാണ്, അവരുടെ ആഗ്രഹം എഴുതിയിട്ട് ഒരു മാല പോലെ കോർത്തിട്ട് അത് ആ ഒരു അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കും. ചിലപ്പോൾ നാഗങ്ങളെ പ്രതിഷ്ഠിച്ച ഭാഗത്തോ അല്ലെങ്കിൽ വെറും ആൽമരാണെങ്കിൽ അതിലോ, അങ്ങനെ എവിടെയെങ്കിലും അത് ഒരു നൂലിലാണ് ഇത് കോർത്തിട്ടുണ്ടാവുക, അത് തൂക്കി വയ്ക്കും. അതിൻ്റെ അർത്ഥം അവർക്കത് നടന്നു എന്നാണ്. കാരണം പോസിറ്റീവ് എനർജിയാണ് അമ്പലങ്ങളിലുള്ളത്. അതിന് പകരം നിങ്ങൾ പൂജിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഖുറാനാവാം, അല്ലെങ്കിൽ ബൈബിളാവാം, അല്ലെങ്കിൽ ഗീതയാവാം, അതുപോലുള്ള പുസ്തകങ്ങളുണ്ടാവുമല്ലോ, ഇനി പൂജാമുറി ഇല്ലെങ്കിലും അതിനടിയിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ആഗ്രഹം നടന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ വിശ്വസിക്കുന്നിടത്ത് വെക്കണം. ഒരിക്കലും സംശയം പറയരുത്, കിട്ടുമോ കിട്ടില്ല എങ്ങനെയൊന്നും പറയരുത്. കിട്ടി എന്ന് മാത്രം പറഞ്ഞ് അതിനൊരു നന്ദി എഴുതി വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളി എത്ര അകന്ന് പോയ ആളാണെങ്കിലും നിങ്ങളിലേക്ക് അടുക്കാനുള്ള അഫർമേഷനാണ്, ലവ് സ്പെല്ലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതി. എല്ലാവരും ഭയങ്കര ഗ്രാജുവേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീരെ അറിയാത്ത ആളുകളും എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ തന്നെ എഴുതിക്കോളൂ എന്ന് പറയാൻ കാരണം. ഇംഗ്ലീഷിലുള്ളതും ഉണ്ട്, പക്ഷേ ഞാനിവിടെ മലയാളത്തിലുള്ളതാണ് പറഞ്ഞതെന്ന്. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇത് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഗർഭാശയ അണ്ഡാശയസ്തര ഫൈബ്രോയിഡുകൾ, ബാക്ക് പെയിൻ, എല്ലുകളുടെ പല്ലുകളുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, കടുത്ത തലവേദന, മൈഗ്രെയിൻ വന്നിട്ടുണ്ട്, BP വന്നിട്ടുണ്ട്, നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ അലർജി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ജോലി വന്നിരിക്കുന്ന പോലീസ്, പട്ടാളം വന്നിട്ടുണ്ട്, സർക്കാർ ജോലികൾ വന്നിട്ടുണ്ട്, അധ്യാപകർ വന്നിട്ടുണ്ട്, എഴുത്തുകാർ വന്നിട്ടുണ്ട്, പത്രമാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി വന്നിരിക്കുന്നത്. ഇനി പൊതുവായ കാര്യങ്ങൾ, അഗ്നിഭയം പറയുന്നുണ്ട്, സൂക്ഷിക്കുക. യാത്രകളിൽ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, നിയമക്കുരുക്കുകൾ പറയുന്നുണ്ട്. എന്നാൽ സ്വപ്ന സാക്ഷാത്കാരങ്ങളെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നോ അത് സാക്ഷാത്കരിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ മറഞ്ഞിരുന്ന് ആരാധിക്കുന്ന ഒരാൾ പ്രണയം പറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുക. ഇവിടെ സന്ദേശവാഹകൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല നല്ല സന്ദേശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾക്കൊരു കോൺടാക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജുകളിൽ വന്നിരിക്കുന്നത്. എസ് ആണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് യെസ് എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. 1000 രൂപ അടയ്ക്കുക. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക. ചോദ്യങ്ങൾ കൂടുതലായ പേയ്മെൻറ്റ് കൂടുതലാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ ചെറിയൊരു തുക അടച്ചിട്ട് ആ പരിഹാരം കൂടി മനസ്സിലാക്കുക. അമ്പലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളും പള്ളികളിൽ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ 2 ആൾക്കാർക്കും എന്നെ സമീപിക്കുക. നേരെ മറിച്ച് മുസ്ലിം മതവിഭാഗത്തിൻ്റെ അത്ര എനിക്ക് അറിയില്ല, ചെറുതായിട്ടൊക്കെ അറിയുള്ളൂ, മുഴുവൻ അറിയില്ല. ഇതാണ് പറയാനുള്ളത്. താല്പര്യമുണ്ടെങ്കിൽ അമ്പലങ്ങളിൽ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏത് മതത്തിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾ ക്യാഷ് അടച്ചാൽ മതി. ഇനി കൂടുതൽ എന്ത് കാര്യം അറിയണമെങ്കിലും നമ്മൾ പറഞ്ഞു തരും. ലവിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 പേരുടെ കാര്യം പറയാൻ പാടൂ എന്ന് പറയാൻ കാരണം മറ്റൊരാളുടെ എനർജി ഇവിടെ വരും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്ന വ്യക്തിയുടെ എനർജി ആവില്ലേ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് മറ്റൊരാളുടെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യം മാത്രം ചോദിക്കുക. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ സെപ്പറേഷൻ ആയിട്ടുള്ള പങ്കാളിയുടെ കാര്യമാണ് ഇവിടെ വന്നതെന്ന്. അതുകൊണ്ടാണ് ദയവായിട്ട് അത്തരം ആളുകളുടെ കാര്യം പറയാതെ നിങ്ങൾക്കറിയേണ്ട വിഷയം മാത്രം ചോദിക്കുക. ആ ആളുടെ പേര് മാത്രം ഇവിടെ പറയുക. അപ്പോൾ എനിക്കറിയില്ലല്ലോ ധാരാളം കാര്യം വരുന്നതെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞു തരിക. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജിലേക്ക് പോവാം. പറയാം, ലൈക്ക്, കമൻറ്റ്, സബ് ഇതൊക്കെ ചെയ്തവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഇവിടെ സ്റ്റോപ്പായൊരു കാര്യമാണ് പറയുന്നത്, റെഡ് ഫ്ലാഗാണ് പറയുന്നത്. പ്രണയം അവസാനിച്ചത്, എന്നാൽ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എൻഗേജ്മെൻറ്റ്, അവർ മറ്റൊരു കല്യാണം കഴിക്കാൻ പോവുകയായിരിക്കാം. നിങ്ങളുടെ മുന്നിൽ റെഡ് ഫ്ലാഗാണ്. നിങ്ങളോടുണ്ടായിരുന്നത് ഫ്ലർട്ട് മാത്രമാണ്. അതാണ് മാലാഖ പറഞ്ഞത്. ഇതൊരു നെഗറ്റീവ് മെസ്സേജാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ റെഡ് ഫ്ലാഗാണ് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്കത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ അവരെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. നിങ്ങളോടുണ്ടായിരുന്ന ഫ്ലർട്ടാണ്. അവർ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വിവാഹ ജീവിതം നന്നായി നയിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്.
എന്നാൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഒന്നും സ്നേഹം കിട്ടുന്നില്ല, ഭയങ്കര വഴക്കാണ്, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാവും നിങ്ങളെ അവരുടെ ബന്ധത്തിലേക്ക് വലിച്ചിട്ടിട്ടുണ്ടാവുക. കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല എന്നാണ് മാലാഖ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മാത്രം കാര്യം അവിടെ നിന്നില്ല, നിങ്ങളുടെ മാത്രം കാര്യം വന്ന് നോക്കുക. ഇവിടെ ഡിറ്റാച്ച്മെൻ്റാണ്, അകന്നുപോയി. മൂവ് ഓൺ ചെയ്തു എന്ന് പറയുന്നത്. ഇത് രണ്ടും നെഗറ്റീവായിട്ടാണ് പറയുന്നത് അല്ലേ. എന്നാൽ കമ്മിറ്റ്മെൻറ്റ് തരാൻ ഒരുങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഡിറ്റാച്ച്മെൻ്റ് ആണോ, കമ്മിറ്റ്മെൻ്റ് ആണോ, മൂവ് ഓൺ ചെയ്തോ, അതോ ചുവന്ന കൊടിയാണോ നിങ്ങളുടെ ബന്ധത്തിൽ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. പല ആളുകളുടെ എനർജിയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മാത്രം കാര്യമാണോ എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നിങ്ങളുടെ മാത്രം കാര്യം നോക്കാൻ വരാൻ പറയുന്നത്. അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. പറയുമ്പോൾ നിങ്ങളുടെ പേരും പങ്കാളിയുടെ പേരും മാത്രം പറയുക. അങ്ങനെ ആകുമ്പോഴാണ് മറ്റൊരാളുടെ എനർജി അവിടേക്ക് വരാതിരിക്കുക. അതും കൂടി പറയാം. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു കഥയാണ്. അതിൻ്റെ ആ എസൻസ് എടുത്ത് ഗൗരീശങ്കരം എന്നുള്ള പേരിലൊരു സീരിയൽ വന്നു. പക്ഷേ ഗൗരീശങ്കരം എന്ന സീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ അത് മറ്റൊരു രീതിയിലാണ്. ഞാനത് കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്നൊക്കെ ആലോചിച്ചതാണ്. കെൽസയിൽ പോയതാണ് എറണാകുളത്ത്. പക്ഷെ പിന്നീട് വേണ്ടെന്ന് വെച്ചു. കാരണം എൻ്റെ കഥയുമായി യാതൊരു സാമ്യമില്ലാതാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിട്ട പോയിൻ്റ് മാത്രം അവരെടുത്തു, മോഷ്ടിച്ചു. അങ്ങനെ ചെയ്തു. ഇനിയെങ്കിലും വായിക്കാൻ പോകുന്നവർ അങ്ങനെയുള്ള ദുരുദ്ദേശത്തോടു കൂടി പോവാതിരിക്കുക. കാരണം എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് മനോരമയൊക്കെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അത് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൂടി മനസ്സിലാക്കുക. വായിക്കുക മാത്രമായിട്ട് പോവുക. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരുടെയും സ്വപ്നങ്ങൾ സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.